The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hello my dear students, how are you all? Welcome back to our maths class. In the last class we learned how to compare two objects using the words lighter than and heavier than. പിന്നെ നമ്മൾ എന്തൊക്കെ പഠിച്ചു? 3 objects തന്നു കഴിഞ്ഞാൽ അതിൽ which object is heaviest and which object is lightest എന്ന് പഠിച്ചു. നമുക്കിപ്പോൾ കുറച്ച് ഒബ്ജക്ട്സ് തന്നു കഴിഞ്ഞാൽ അതിലേത് ഒബ്ജക്റ്റാണ് ഹെവിയർ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റാണ് ലൈറ്റർ എന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല അല്ലേ? അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്യാൻ വി ആർ ഗോയിങ് ടു മേക്ക് എ ടൂൾ ടു ചെക്ക് വിച്ച് ഒബ്ജക്റ്റ് ഈസ് ഹെവിയർ ആൻഡ് വിച്ച് ഒബ്ജക്റ്റ് ഈസ് ലൈറ്റർ. For that, all of you take the activity 7.6 on page number 5. In this activity 7.6, try making your own tool to check which object is heavier and which object is lighter. Use a long ruler and eraser to make this. ഈ ടൂള് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യമെന്നുള്ളത് ആക്ടിവിറ്റിയിൽ തന്നിട്ടുണ്ട്. ഫോർ മേക്കിംഗ് ദിസ് ടൂൾ ഏതൊക്കെയാണ്? യൂസിങ് എ ലോങ് റൂളർ ആൻഡ് ആൻ ഇറൈസർ. ഓക്കെ, പ്ലേസ് ആൻ ഇറൈസർ അറ്റ് ദ സെൻറ്റർ ഓഫ് എ റൂളർ ആസ് ഷോൺ. തന്നിരിക്കുന്ന പോലെ നമ്മൾ ഇറൈസറിനെ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? സ്കെയിലിൻ്റെ സെൻറ്ററിൽ കണ്ടോ. അതിനുശേഷം പ്ലേസ് സ്മോൾ ഒബ്ജക്ട്സ് ഓൺ ഐദർ സൈഡ്. സ്കെയിലിൻ്റെ 2 സൈഡിലും നമ്മൾ ചെറിയ ചെറിയ ഒബ്ജക്ട്സ് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെ ഒബ്ജക്ട്സ് ആണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നുള്ളത് താഴെ തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് നിങ്ങൾ ഒബ്ജക്ട്സ് പ്ലേസ് ചെയ്യും. ഓക്കെ, യൂസ് ദിസ് ടൂൾ. ഈ ടൂൾ ഇപ്പം നമ്മൾ ഉണ്ടാക്കിയില്ലേ, അത് ഉപയോഗിച്ചിട്ട് ടു കമ്പയർ ദ ഫോളോയിങ് ഒബ്ജക്ട്സ്. തന്നിരിക്കുന്ന ഒബ്ജക്ട്സ് കമ്പയർ ചെയ്യാം. ഫൈൻഡ് വിച്ച് ഒബ്ജക്റ്റ് ഇൻ ഈച്ച് പെയർ. നമ്മൾ ഈ ടൂളിൽ 2 അറ്റത്തും ഓരോന്ന് വെക്കുന്നുണ്ട് പറഞ്ഞു. ഓരോ പെയറിലും ഏത് ഒബ്ജക്റ്റാണ് ഹെവിയർ അല്ലെങ്കിൽ ഏത് ഒബ്ജക്റ്റാണ് ലൈറ്റർ എന്ന് കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, the eraser is dash the sharpener. ആ ബ്ലാങ്കിൽ ലൈറ്റർ ദാൻ ആണോ ഹെവിയർ ദാൻ ആണോ എന്ന് എഴുതണം. അതിനു മുമ്പ് നമ്മൾ എന്തൊക്കെയാണ് പ്ലേസ് ചെയ്യേണ്ടത്? ആ ടൂളിൽ ഒരു സൈഡിൽ ഇറൈസർ വയ്ക്കാം, അടുത്ത സൈഡിൽ ഷാർപ്പനർ വയ്ക്കാം. ഓക്കെ, പിന്നെ അടുത്ത ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്. പെൻസിൽ ആൻഡ് ദ കോയിൻ. ഓക്കെ, എ മാച്ച് ബോക്സ് ആൻഡ് ഐസ്ക്രീം സ്റ്റിക്ക്. 4th one, എ കീ ആൻഡ് എ സേഫ്റ്റി പിൻ. അതായത് കമ്പയർ ചെയ്തിട്ട് വിച്ച് ഒബ്ജക്റ്റ് ഈസ് ഹെവിയർ ദാൻ വിച്ച് ഒബ്ജക്റ്റ് ഈസ് ലൈറ്റർ ദാൻ എന്ന് കണ്ടുപിടിക്കാം. ഫ്രം ദിസ് ടൂൾ വി സോ ദ സൈഡ് ഹാവിങ് heavier objects it goes down and the side having lighter objects it goes up. ഈ പറഞ്ഞ ഒബ്ജക്ട്സ് ഒക്കെ നമുക്ക് വെച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഏത് സൈഡിലാണോ കുറച്ച് കനമുള്ള ഒബ്ജക്റ്റ് വെച്ചത് ആ സൈഡ് താന്നിട്ട് നിൽക്കുന്നുണ്ടാവും, കനം കുറവായിട്ടുള്ള ഒബ്ജക്റ്റ് വെച്ച സൈഡ് പൊങ്ങിയിട്ടുണ്ടാവും. ഓക്കെ, യെസ്, ദ മാസ് ഓഫ് എൻ ഒബ്ജക്റ്റ് ടെൽ us how heavy or light it is. നമ്മൾ സാധാരണയായിട്ട് ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ഉപയോഗിക്കുക? എ വെയിങ് ബാലൻസ്. കണ്ടോ, എ വെയിങ് ബാലൻസ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ മാസ് ഓഫ് 2 ഒബ്ജക്ട്സ്. മാസ് എന്ന് പറഞ്ഞാലും വെയിറ്റ് എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ് കേട്ടോ. വെയിങ് ബാലൻസ് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലേ? ചില കടകളിലൊക്കെ കാണാം. നേരത്തെ പണ്ടൊക്കെ ഇതന്നെയാണ് എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ വെയിങ് ബാലൻസ് ആണ് എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ വെയിങ് ബാലൻസ് ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ മാസ് ഓഫ് 2 ഒബ്ജക്ട്സ്.
Is the weighing balance help us to find which among the two objects is heavier അല്ലെങ്കിൽ ലൈറ്റർ. രണ്ടും നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. വെയിങ് ബാലൻസിൽ രണ്ട് ഒബ്ജക്റ്റ് രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കനം കൂടിയ സൈഡ് താന്നിട്ടുണ്ടാവും, കനം കുറഞ്ഞ സൈഡ് പൊങ്ങി നിൽക്കുന്നുണ്ടാവും. അപ്പം അതൊന്ന് മനസ്സിലാക്കാം. വിച്ച് ഒബ്ജക്റ്റ് ഈസ് ഹെവിയർ ആൻഡ് വിച്ച് ഒബ്ജക്റ്റ് ഈസ് ലൈറ്റർ. See this, ഇവിടെ രണ്ട് വെയിങ് ബാലൻസ് തന്നിട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് വെയിങ് ബാലൻസിലാണെങ്കിലോ ഒരു സൈഡിൽ ജാക്ക് ഫ്രൂട്ട് വെച്ചിട്ടുണ്ട്, അടുത്ത സൈഡിൽ ബനാന വെച്ചിട്ടുണ്ട്. നോക്കൂ, വിച്ച് ഒബ്ജക്റ്റ് ഈസ് ഹെവിയർ ആൻഡ് വിച്ച് ഒബ്ജക്റ്റ് ഈസ് ലൈറ്റർ. ഹിയർ ദ ജാക്ക് ഫ്രൂട്ട് ഈസ് അല്ലേ, ജാക്ക് ഫ്രൂട്ട് അല്ലേ താന്നിരിക്കുന്നത് അല്ലേ, അപ്പോൾ ജാക്ക് ഫ്രൂട്ടാണ് ഹെവി, കനം കൂടുതൽ. സോ അപ്പോൾ നമ്മൾ സെൻറ്റൻസിൽ എഴുതുമ്പോൾ സോ ദ ജാക്ക് ഫ്രൂട്ട് ഈസ് ഹെവിയർ ദാൻ ബനാന. സെക്കൻഡ് വെയിങ് ബാലൻസ് നോക്കൂ, വെജിറ്റബിൾസ് ആണ് വെച്ചിരിക്കുന്നത് അല്ലേ. ഒരു സൈഡിൽ കോളിഫ്ലവർ വെച്ചിട്ടുണ്ട്, നെക്സ്റ്റ് സൈഡിൽ ഒരു ബ്രിഞ്ചോളും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ സെൻറ്റൻസിൽ എങ്ങനെ എഴുതും? ബ്രിഞ്ചോളിനെ വെച്ച് പറയുകയാണെങ്കിൽ ദ ബ്രിഞ്ചോൾ. ബ്രിഞ്ചോൾ എങ്ങനെയാണ് നിൽക്കണത്? പൊങ്ങി നിൽക്കുകയാണ് അല്ലേ, ബ്രിഞ്ചോളിന് കനം കുറവാണ്. അപ്പോൾ നമ്മൾ സെൻറ്റൻസിൽ എഴുതുമ്പോൾ ദ ബ്രിഞ്ചോൾ ഈസ് ലൈറ്റർ ദാൻ ദ കോളിഫ്ലവർ. Next, all of you take the activity 7.8 on page number 6. In this activity, look at the weighing balance. ആ ആക്ടിവിറ്റിയിൽ തന്ന വെയിങ് ബാലൻസ് നോക്കാം. ഒരു സൈഡിൽ പിയർ വെച്ചിട്ടുണ്ട്, ഒരു സൈഡിൽ ആപ്പിൾ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈസ് ദ പിയർ ഹെവിയർ ദാൻ ആപ്പിൾ ചോദിച്ചിട്ടുണ്ട്. പിയർ ആപ്പിളിനെക്കാളും കനം കൂടുതലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. എസ് ആണോ നോ ആണോ? നമുക്ക് പറയാൻ പറ്റുന്നുണ്ടോ? രണ്ട് സൈഡും ഒരേപോലെയാണ് ഇരിക്കുന്നത് അല്ലേ, രണ്ട് സൈഡും സെയിം ലെവലാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? യെസ്, വി ക്യാൻ സീ ദാറ്റ് the two sides of the weighing balance are in the same level അല്ലേ, രണ്ടും ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ എന്ത് പറയും? യെസ്, this show that the objects are in equal in mass. ഇങ്ങനെയാണ്, ഈക്വൽ ഇൻ മാസ്, രണ്ടിൻ്റെയും വെയിറ്റ് സെയിം ആണ്. അപ്പം നമ്മൾ എന്ത് പറയും? ഈക്വൽ ഇൻ mass. Mass of an object tell us how heavy or light it is. പിന്നെന്താ പഠിച്ചത്? A weighing balance is used to compare the mass of two objects. അപ്പോൾ ഒബ്ജക്ട്സിൻ്റെ മാസ് കമ്പയർ ചെയ്തിട്ട് വിച്ച് ഒബ്ജക്റ്റ് ഈസ് ലൈറ്റർ ദാൻ വിച്ച് ഒബ്ജക്റ്റ് ഈസ് ഹെവിയർ ദാൻ ദ അതർ ഒബ്ജക്റ്റ് എന്ന് പഠിച്ചു. പിന്നെ രണ്ട് സൈഡും വെയിങ് ബാലൻസിൻ്റെ ടു സൈഡ്സ് ആർ ഇൻ സെയിം ലെവലാണെങ്കിൽ, ബോത്ത് ഒബ്ജക്ട്സ് ഈസ് ഇൻ സെയിം ലെവലാണെങ്കിൽ ബോത്ത് ആർ ഈക്വൽ ഇൻ മാസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചു. ഓക്കെ ചിൽഡ്രൻ, ദാറ്റ് ഈസ് ഓൾ ഫോർ ടുഡേ. സീ യു നെക്സ്റ്റ് ടൈം. ടേക്ക് കെയർ. ബൈ.